അപ്പം അടുത്തൊരു നഴ്സിംഗ് എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹെറാർക്കി ഓഫ് നീഡ്, ഹയസ്റ്റ് നീഡ് എന്താണ്? ഹയസ്റ്റ് ലെവൽ, ഹയസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ് ആണോ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണോ, ലവ് ആൻഡ് അഫെക്ഷൻ ആണോ, അതോ സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ? എന്തായിരിക്കും ആൻസർ? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി, സെൽഫ് ആക്ച്വലൈസേഷൻ. Interpersonal communication is otherwise known as face-to-face communication, dyadic communication, remote communication, mass communication. ഏതാണ് ആൻസർ? ആൻസർ ഈസ് നേരത്തെ ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ. അടുത്ത, which of the following is a characteristic of private relationship? Extrinsic rewards, normative rules, use of particularistic knowledge, substitutability. തന്നിരിക്കുന്നവയിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈവറ്റ് റിലേഷൻഷിപ്പ്? പ്രൈവറ്റ് റിലേഷൻഷിപ്പ് ഉദ്ദേശിക്കുന്ന ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് അറിയാം, ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അത് പേഴ്സണൽ ആയിരിക്കാം, ഇന്റിമേറ്റ് ആയിരിക്കാം, അല്ലെ, ഇന്റിമേറ്റ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് പ്രൈവറ്റ് റിലേഷൻഷിപ്പ്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഏതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? യൂസ് ഓഫ് പർട്ടിക്കുലറിസ്റ്റിക് നോളജ്. ഈ പർട്ടിക്കുലറിസ്റ്റിക് നോളജ് എന്താണ്? പർട്ടിക്കുലറിസ്റ്റിക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് ഈ പ്രൈവറ്റ് റിലേഷൻഷിപ്പിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് എന്താ പറയാ, പാപ്പിലോര ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തിയറി അനുസരിച്ച് ഒരുപാട് ഫേസസ് ഉണ്ട്. ഓറിയന്റേഷൻ ഫേസ്, വർക്കിംഗ് ഫേസ്, ടെർമിനേഷൻ ഫേസ്, അല്ലെ? അപ്പം അവിടെ ഈ എന്താ പറയാ, ഒരു ഒരു പ്രൈവസിയും ബൗണ്ടറീസും ഒക്കെ ഉണ്ട് റിലേഷൻഷിപ്പ്, അല്ലെ? അവര് നമ്മൾ എന്താ പറയാ, നമ്മൾ ഒരാളോട് സംസാരിക്കണമെങ്കിൽ ഒരു പ്രൈവറ്റ് റിലേഷൻഷിപ്പ്, ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, പ്രൈവസി ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മള് സെൻസിറ്റീവ് ആയിട്ട് സംസാരിക്കണം. പേഷ്യന്റിനോടാണെങ്കിൽ അത് ഒരു എന്താ പറയാ, ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പേഷ്യന്റിനോട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, പേഷ്യന്റ് റൂമിൽ കിടക്കുവാണ്, അപ്പൊ നമ്മള് സംസാരിക്കേണ്ട ഒരു നോക്ക് ചെയ്തിട്ട് അകത്ത് കയറാൻ പാടുള്ളൂ. നമ്മള് സൗണ്ട് പതുക്കി സംസാരിക്കണം. എന്താ പറയാ, അവരെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെ കൊണ്ടാണ് ഉദ്ദേശിച്ചത് പ്രൈവറ്റ് റിലേഷൻഷിപ്പ്. അപ്പം യൂസ് ഓഫ് എക്സ്ട്രിൻസിക് റിവാർഡ് ഒരിക്കലും വരില്ല, നോർമേറ്റീവ് റൂൾസ് ഇല്ല, സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി അല്ല. അപ്പൊ ആൻസർ വരുന്നത് പ്രൈവറ്റ് റിലേഷൻ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കോൺഫിഡൻഷ്യാലിറ്റി, എന്താ പറയാ, മ്യൂച്വൽ റെസ്പെക്ട് കൊടുക്കുക, എപ്പോഴും കോൺട്രാക്ച്വൽ ആയിരിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേഷ്യന്റ് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതൊരു സ്പെസിഫിക് പീരീഡിലേക്കാണ്. വൺസ് എ പേഷ്യന്റ് ഇസ് ഡിസ്ചാർജ്, ആ റിലേഷൻഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. എംപതി ഉണ്ടായിരിക്കുക, സിമ്പതി അല്ല എംപതി, ഒരു നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, നമ്മളെ റിലേഷൻഷിപ്പിന് ബൗണ്ടറി ഉണ്ടാക്കുക, റെസ്പെക്ട്ഫുൾ ആയിരിക്കുക. അതൊക്കെയാണ് എന്റെ പർപ്പസ് ഉണ്ടായിരിക്കുക പ്രൈവറ്റ് റിലേഷൻഷിപ്പ് വിത്ത് എ പേഷ്യന്റ്. എന്താണ് കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്? ഇതിനെ തന്നിരിക്കുന്നവയിൽ കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്താണ്? എക്സെപ്റ്റ് എന്താണ് ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ? ആറ്റിറ്റ്യൂഡിന്റെ ഇതെല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇമോഷണൽ, ഇൻഫർമേഷണൽ, ബിഹേവിയറൽ, സ്പിരിച്വൽ. തന്നിരിക്കുന്നതിൽ ഏതാണ് ഇല്ലാത്തത്, വേണ്ടാത്തത്? അപ്പൊ നമ്മള് എപ്പോഴും ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന്, നിങ്ങളുടെയൊക്കെ ഒരു പറയത്തില്ലേ, നമുക്ക് ആ കുട്ടിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്ന് പറയത്തില്ലേ? എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് ഉദ്ദേശിക്കുന്നത്? ഈ ബേസിക്കലി ആറ്റിറ്റ്യൂഡിന് 3 കമ്പോണൻസ് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് പറഞ്ഞാൽ ഫീലിങ്സ്, ഇമോഷൻസ്, അല്ലെ? നമുക്ക് അതിനെ അഫക്റ്റീവ് എന്ന് വിളിക്കാം, അല്ലെ? ഫീലിങ്സ്, ലൈക്സോ ഡിസ്ലൈക്സോ ഒക്കെ ഫീലിങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് പ്രതികരിക്കും, അല്ലെ? അതൊരു ടെൻഡൻസി ടു ആക്ട്.
എന്തും ആകാം, പോസിറ്റീവ് രീതിയിലാകാം, നെഗറ്റീവ് രീതിയിലാകാം. ദാറ്റ് ഇസ് ബിഹേവിയർ. ഇനി എന്താണ് കോഗ്നിറ്റീവ്? കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് പരമായിട്ട്, അല്ലെ, തോട്ട് പരമായിട്ട്. അപ്പം ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? ആ ABC ഇൻഫർമേഷനിൽ പറഞ്ഞു, ബിഹേവിയറിൽ പറഞ്ഞു, ഇമോഷണലും പറഞ്ഞു, അല്ലെ? ഇമോഷണൽ നമ്മൾ എന്താ പറഞ്ഞത്? അഫക്റ്റീവാ പറഞ്ഞത്. ഇൻഫർമേഷനിൽ എന്താ പറഞ്ഞത്? കോഗ്നിറ്റീവാ പറഞ്ഞത്. ബിഹേവിയറിൽ എന്താ പറഞ്ഞത്? നമ്മൾ ടെൻഡൻസി ടു ആക്ട് പറഞ്ഞു. അപ്പൊ എന്താണ് ഇല്ലാത്തത്? സ്പിരിച്വൽ കമ്പോണന്റ് ഉണ്ടോ നിങ്ങൾ ആറ്റിറ്റ്യൂഡിന്? അത് എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ കുട്ടിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് നിങ്ങൾ പറയും, അതിന്റെ സ്പിരിച്വൽ കമ്പോണന്റ് നിങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. അവൻ ദൈവവിശ്വാസിയാണോ അല്ലയോ എന്നൊന്നും പറയുന്നുണ്ടോ? ഇല്ല. അവൻ ദൈവത്തിൽ ഇല്ല, സ്പിരിച്വൽ പാർട്ടേ പറയുന്നില്ല. അപ്പം എക്സെപ്റ്റ് ഏതാണ്? എക്സെപ്റ്റ് ഡി. മനസ്സിലായില്ലേ? ഡി ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരാം. ബേസിക് കമ്പോണന്റ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്. Spiritual component. Now, who plays a proactive role in counseling? Who plays a proactive role in counseling? കൗൺസിൽ ആണോ, കൗൺസിലർ ആണോ, അഡ്മിനിസ്ട്രേറ്റർ ആണോ, റെഫറി ആണോ? ആൻസർ എന്തായിരിക്കും? ആൻസർ നോക്കാം. പ്രൊയാക്റ്റീവ് റോൾ. അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. വാട്ട് ഈസ് പ്രൊയാക്റ്റീവ് റോൾ? നമ്മൾ ആരെയാണ് കൗൺസിൽ ചെയ്യുന്നത്? കൗൺസിൽ ചെയ്യുന്നത് ആരെയാണ്? ആരാണ് കൗൺസിൽ ചെയ്യുന്നത്? കൗൺസിലർ. പ്രൊയാക്റ്റീവ് റോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എനിക്ക് കൗൺസിലിംഗ് വേണം എന്ന് ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? ഞാനല്ലേ. നിങ്ങളെ കൗൺസിലറാണ്, നിങ്ങൾ എന്നെ കൗൺസിൽ ചെയ്യുന്നു. നിങ്ങൾ ആരാണ്? കൗൺസിലറാണ്. എനിക്ക് കൗൺസിലിംഗ് വേണോ തീരുമാനിക്കുന്നത് ഞാനല്ലേ. അപ്പൊ ഞാനല്ലേ പ്രൊയാക്റ്റീവ് റോൾ. എപ്പോഴും തെറ്റും. അപ്പൊ കൗൺസിലിംഗ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ പ്രൊയാക്റ്റീവ് റോൾ എന്ന് പറഞ്ഞാൽ who is taking initiative, who is taking initiative responsibility to act, that is something called as proactive role.